നമസ്കാരം. പാലോ വെള്ളമോ ഒന്നും ചേർക്കാതെ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി വീട്ടിലെങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ മധുരക്കിഴങ്ങ് വെച്ചിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുന്നത്. ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം മധുരക്കിഴങ്ങ് നന്നായി പുഴുങ്ങിയെടുക്കാം. പുഴുങ്ങിയെടുത്തതിന് ശേഷം നന്നായി ഉടച്ചെടുക്കാം. ഒന്നില്ലെങ്കിൽ സ്പൂൺ വെച്ച് ഉടച്ചെടുക്കാം, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 1/2 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഗോതമ്പ് പൊടി 1 കപ്പ്. അപ്പോൾ നമ്മളെടുക്കുന്ന പൊടിയുടെ പകുതിയോളം വേണം മധുരക്കിഴങ്ങ് ഉപയോഗിക്കാൻ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് സ്പൂൺ കൊണ്ട് ആദ്യം നന്നായി യോജിപ്പിച്ചെടുക്കാം. സ്പൂൺ കൊണ്ട് നന്നായി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴക്കുന്ന മാതിരി കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കാം. വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായി കുഴച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിന് ശേഷം വേണം നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാൻ. ചെറിയ ഉരുളകളാക്കി എടുത്തതിന് ശേഷം നമുക്ക് പതിയെ പരത്തിയെടുക്കാം. ചപ്പാത്തി പരത്തുന്ന മാതിരി തന്നെ പരത്തിയെടുക്കാം. വെള്ളമോ പാലോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല സോഫ്റ്റ് ചപ്പാത്തി തന്നെയാണ് കിട്ടുക. മധുരക്കിഴങ്ങിൻ്റെ ആ മധുരം ഉണ്ടാവില്ല. സാധാരണ ചപ്പാത്തിയുടെ ഒരു ടേസ്റ്റ് തന്നെയാണ് വരിക. ഇനി നമുക്ക് ഓരോ ചപ്പാത്തിയായിട്ട് പതുക്കെ പാനിലിട്ട് ചുട്ടെടുക്കാം. ആവശ്യത്തിന് നെയ്യ് പുരട്ടി ചുട്ടെടുക്കണം. ഇങ്ങനെ മധുരക്കിഴങ്ങ് കൊണ്ടുള്ള ചപ്പാത്തി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. സാധാരണ ചപ്പാത്തിയേക്കാളും കുറച്ചും കൂടി ഹെൽത്തിയാണ് ഇതിൽ മധുരക്കിഴങ്ങ് ചേർക്കുന്നതുകൊണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലുള്ള റെസിപ്പികളായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു.